ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊക്കെ മലബാർക്കാരുടെ സ്വന്തം നൈസ് പത്തിരിയാണ്. അതെങ്ങനെ പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കിയാലോ. ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ റമദാനിന് ഇഫ്താറിന് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ഫുഡ് ഐറ്റംസും കൂടിയാണ് ഈ പത്തിരി. പക്ഷേ നോമ്പ് കാലത്ത് മാത്രമല്ല കേട്ടോ, മലബാർ ഭാഗത്ത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പത്തിരി. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച അരിപ്പൊടിയാണ്. നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊടുന്ന അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ 5 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് ഇവിടെ അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 5 ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാ വെള്ളം വെച്ചിട്ടുണ്ടതിന് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതാ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ തീ ഓഫ് ചെയ്യാതെ ഒരു 2 മിനിറ്റെങ്കിലും ആ വെള്ളത്തിലൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. തീ ഓഫ് ചെയ്യാൻ പാടില്ല, അങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധിച്ചിട്ടാണ്, നല്ല തരിയുള്ള അരിപ്പൊടി എപ്പോഴും എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും തരി പാടില്ല കേട്ടോ, നല്ല നൈസുള്ള അരിപ്പൊടി എപ്പോഴും എടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് ചൂടോട് വേണം ഇതൊക്കെ ഒന്ന് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒട്ടും ചൂട് പോകാൻ നിൽക്കരുത്, കുറച്ച് ചൂടോട് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇങ്ങനെ കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉള്ളിലോട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നല്ലതുപോലെ കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ പത്തിരി നന്നായിട്ട് നല്ല നെയ്സ് പത്തിരിയാവും, സൈഡൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഞാനൊക്കെ പത്തിരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പത്തിരി സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിട്ട് എൻ്റെ പത്തിരി എപ്പോഴും ബലം പിടിച്ചിട്ടും എത്ര നമ്മൾ ഏത് രീതിയിലും എങ്ങനെ ചെയ്താലും നമ്മൾ പത്തിരി റെഡി ആയി കിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു തന്ന ഇതേനു, അപ്പം അങ്ങനെ ചെയ്ത് സക്സസ് ആയിട്ടോ പത്തിരി. അപ്പോൾ ഇതാ നല്ല നൈസ് പത്തിരി പിന്നെ ഞാൻ ഉണ്ടാക്കൽ തുടങ്ങി കേട്ടോ. സൈഡൊന്നും പൊട്ടലില്ല, നല്ല അടിപൊളി പത്തിരിയായിട്ട് കിട്ടാറുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ലതുപോലെ നമ്മൾ എത്രത്തോളം നമുക്ക് കുഴക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് ഉരുളാക്കിയെടുക്കാൻ. അപ്പോൾ വലിപ്പം കൂടി പോകാൻ പാടില്ല, ഈ ഒരു സെയിം വലിപ്പത്തിലാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇങ്ങനെ ഉരുളാക്കി എടുക്കുന്നുണ്ട്. പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും റെഡിയാകാത്തവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് വെള്ളത്തിൻ്റെ കണക്കും ഒക്കെ ഒന്ന് എടുത്തിട്ട് ഇത് ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാവർക്കും റെഡിയായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും ആദ്യം പത്തിരി ഉണ്ടാക്കി അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഒക്കെ പറഞ്ഞ് തന്ന് അങ്ങനെയാണ് എൻ്റെ പത്തിരി അടിപൊളിയായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളെ മലബാർക്കാർക്ക് വെള്ളിയാഴ്ചയൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളെ ഭാഗത്തൊക്കെ വെള്ളിയാഴ്ചയൊക്കെ രാവിലെ പത്തിരിയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഞാനിതിനായിട്ട് പത്തിരി പ്രസ് ചെയ്യണ സാധനം ഉണ്ടത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതിന്. അപ്പോൾ അതിൽ ഞാൻ ഈ ഉരുള വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, സെയിം നമ്മൾ പത്തിരിക്ക് എടുത്ത ആ ഒരു പൊടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് സൈഡൊന്ന് മുക്കിയെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിത് പരത്തിയെടുക്കാറുള്ളത്. ചില ഭാഗത്തും മലബാർ ചിലവിലൊന്നും ആ പ്രസ് ചെയ്യണതിലൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ പരത്തിയെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിതാ എന്നാലേ നമുക്ക് നെയ്സ് പത്തിരിയായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ അങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് പൊടിയാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഞാൻ ഒട്ടും പൊടിയാണ് ചേർക്കാറില്ല കേട്ടോ. കുറച്ചിങ്ങനെ പൊടിയാക്കിയിട്ട് ഇത്തിരി പൊടി അങ്ങനെ ജസ്റ്റ് നമ്മൾ മുക്കി എടുത്ത പൊടി ഉണ്ടല്ലോ അത് തന്നെ അങ്ങനെ ഒന്ന് പൊടിയിലൊന്ന് അങ്ങനെ തന്നെ ആ ഇത്തിരി പൊടി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ നൈസ് പത്തിരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടുണ്ടല്ലോ ചിക്കൻ കറി, ബീഫ് കറി, മുട്ടക്കറി, ഇതൊക്കെ തേങ്ങ അരച്ച് വറുത്തരച്ച കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പത്തിരിക്ക് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ രണ്ടാമത്തെ പത്തിരി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല നല്ല നൈസ് പത്തിരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ടുണ്ടല്ലോ തേങ്ങാപ്പാൽ അടിപൊളി കോമ്പിനേഷനാണ്. നമ്മൾ നല്ല വെള്ളം ഒട്ടും ചേർക്കാത്ത തേങ്ങാപ്പാലുണ്ടല്ലോ, അതും ലേശം തേങ്ങാപ്പാലിക്ക് ലേശം പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് എന്താ പറയുക നമ്മളെ പത്തിരി ഉണ്ടല്ലോ പത്തിരിയിൽ പാർന്നിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ അത്
ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ നമ്മളിതാ പത്തിരി ഫുള്ളായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി കണ്ട ഫുള്ള് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും പൊട്ടില്ല, സൈഡൊന്നും പൊട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചട്ടി വെക്കുമ്പോൾ ചട്ടി നന്നായിട്ട് ചൂട് വേണേ. ചൂടുള്ള ചട്ടിയിൽ വേണം പത്തിരി നമ്മൾ പരത്തിയിടാൻ. പിന്നെ ഒരു ഭാഗം നന്നായിട്ട് ആയി വരുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിടട്ടെ, എന്നാലും നന്നായിട്ട് പൊന്തി വരുള്ളൂ. അങ്ങനെ കണ്ടില്ലേ നമ്മളെ പത്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുഴക്കുമ്പോഴും വാട്ടുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പത്തിരി ചുട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പത്തിരി ഇടുമ്പോൾ അപ്പുറം ഇപ്പുറം പെട്ടെന്ന് അങ്ങനെ മറിച്ചിടരുത് കേട്ടോ. പത്തിരി എപ്പോഴും ചെറുതായിട്ടൊരു ബബിൾസ് വരുമ്പോൾ അപ്പോൾ ഒന്ന് മറിച്ചിടുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും കേട്ടോ പത്തിരി. പിന്നെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പത്തിരി ഇടുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ. ചട്ടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വേണം രണ്ടാമത്തെ പത്തിരി ഇട്ടൊന്ന് ചുട്ടെടുക്കാൻ. അങ്ങനെ ചെയ്താ ഫുള്ളായിട്ട് ഇവിടെ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം. അത്രയും നല്ല നൈസ് പത്തിരി കേട്ടോ. അങ്ങനെ കയ്യിലൊക്കെ ഇട്ട് അങ്ങനെ കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള പത്തിരിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മലബാർ സ്പെഷ്യൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.